ഈ സീരീസിന്റെ തുടക്കം തന്നെ അമൃത എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ ഒരു വോയിസ് ഓവറിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൾ എന്തോ ഒരു രഹസ്യം തേടി ഒരു മാൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു രഹസ്യം അവൾക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ അടി കൊണ്ട് അവള് നിലത്ത് കിടക്കാണ്. ആ രഹസ്യം അവൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുന്നിൽ അറിയിക്കാനായിട്ട് ഇനി അവള് ജീവനോട് ഉണ്ടാവണമെന്നില്ല. അവളുടെ ശരീരത്തിന്റെ കൂടെ ആ ഒരു രഹസ്യവും അലിഞ്ഞില്ലാതാവാൻ പോകാണ്. ഇപ്പൊ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാണിക്കാണ്. ന്യൂസിലെല്ലാം കാളിദാസ് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. അയാൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ല അയാൾ കൈക്കലാക്കിയെന്നും പറഞ്ഞ അയാളെ ഒരു രാജ്യദ്രോഹിയായാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്ത വയ്യാതെ കിടക്കുന്ന ഒരു അമ്മ കണ്ട് കരയുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് വന്ന് പരിശോധിക്കുന്നുണ്ട്. അതിലൊരു നേഴ്സ്, അവളുടെ പേര് ബുജീമ എന്നായിരുന്നു. ബുജീമ ഈ സമയത്ത് എന്തിനാ ഇതൊക്കെ ഓണാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ആ ടി വി ഓഫ് ചെയ്യുന്നുണ്ട്. അമൃതയെ വിളിക്കാൻ വേണ്ടി ഡോക്ടർ ബുജീമയോട് പറയാണ്. അമൃത ഈ സമയം അവളുടെ ഓഫീസിലായിരുന്നു. ഈ ന്യൂസിനെ പറ്റി അവൾക്ക് റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. അവൾ ഒരു ജേർണലിസ്റ്റ് ആണ്. പക്ഷെ ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. കാരണം ആ കാളിദാസ് എന്ന വ്യക്തി അമൃതയുടെ അച്ഛനായിരുന്നു. മീഡിയാസ് എല്ലാവരും അച്ഛൻ ഒളിവിൽ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അമൃതക്ക് അച്ഛനെ കാണാതായതിന്റെ ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ഒളിവിൽ പോകേണ്ട കാര്യമില്ലെന്നും എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു ഓഫീസറാണ് എന്റെ അച്ഛൻ എന്ന് അമൃത കോൺഫിഡൻസോടുകൂടി മീഡിയക്കാരോട് പറയുന്നുണ്ട്. അത് അവള് പ്രൂവ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. ഇപ്പൊ അവളുടെ അച്ഛന്റെ മേലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളെയും അവള് പോയി കാണുന്നുണ്ട്. അച്ഛനെ പറ്റി അവള് ഫുള്ളായിട്ട് അന്വേഷിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ അമ്മയെയും അവൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അച്ഛനെ കാണാതായ വാർത്ത കേട്ടതിൽ പിന്നെ അമ്മ അത് ആലോചിച്ച് ടെൻഷനായി. ഇപ്പൊ അമ്മക്കും വയ്യാതെ ഇരിക്കുകയാണ്. അവൾക്ക് ഒരേ സമയം 2 കോംപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അവളുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴും അവിടുത്തെ ഒരാള് അച്ഛനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അച്ഛൻ അവസാനമായിട്ട് ആ ഒരു ഓഫീസിൽ നിന്നാണ് പോയത്. അതിനുശേഷമാണ് അച്ഛനെ കാണാതായിട്ടുള്ളത്. പക്ഷെ ആ ഒരാള് പറയുന്നത് ആ ദിവസം അവനക്ക് എന്തോ ഒരു വലിയ സംഭവം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അവൻ ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ. അമൃതക്ക് അയാളെ വർത്താൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവസാനമായിട്ട് കാളിദാസ് ഒരു മാൻഷനിലേക്കാണ് പോയിട്ടുള്ളതെന്ന് അമൃതക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവള് കംപ്ലൈന്റ് ചെയ്യാണ്. ഒരു മാൻഷനിലേക്കാണ് പോയതെന്ന് പറഞ്ഞപ്പോ പോലീസുകാരൻ തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം ഒരു വട്ടം ആ ഒരു മാൻഷനിൽ പോലീസുകാരനും പെടേണ്ടതായിരുന്നു. എങ്ങനെയോ ആണ് അവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടതെന്നും അവിടേക്ക് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്നും ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. തന്റെ അച്ഛനല്ലേ, അവൾക്ക് അത് രക്ഷിച്ചാലല്ലേ പറ്റൂ. ഇതെല്ലാം കേട്ടോണ്ടിരുന്നിരുന്ന ഒരു കോൺസ്റ്റബിള് അമൃതയുടെ അടുത്തേക്ക് വന്ന ആ ഒരു മാൻഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പോകുന്നത് വലിയ റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. അവൾ അതൊന്നും വകവെക്കാതെ മാൻഷനിലോട്ട് പോകുന്നുണ്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട്. ആ ഒരു ബിൽഡിംഗ് ഒരു വലിയ പഴക്കമേറിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ കുറച്ച് പൂജ ചെയ്യാനായിട്ടൊരു ചെറിയ ഓലമേഞ്ഞ വീട് ഉണ്ടായിരുന്നു. അതെല്ലാം അവള് ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ അവൾക്ക് കുറച്ച് പേടിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അതിലേക്ക് തുറന്ന് അവള് കേറാണ്. അവിടെ ഒരാളും ഉണ്ടായിരുന്നു. ആ ഒരാളോട് മാൻഷനെ പറ്റി അവള് ചോദിക്കുന്നുണ്ട്. അയാളും മാൻഷനെ ഭയക്കുന്ന ഒരാള് തന്നെയായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഉണ്ടായത് തന്നെയാണെന്നാണ് അയാളും പറയുന്നത്. അവിടെ ക്ലീൻ ചെയ്യാൻ പോയ അയാളുടെ കണ്ണിൽ എന്തോ സൂചി പോലത്തെ എന്തോ കുത്തിക്കേറി ഒരു കണ്ണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ആ ഒരു മെൻഷനെ പറ്റി പറയാനായിട്ട് തുടങ്ങാണ്. അവൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ഒരാളോട് ജേർണലിസ്റ്റ് തന്നെയാണെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. കാളിദാസന്റെ മകളാണെന്നുള്ള വിവരം അവൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മാൻഷനിൽ ഓരോ അപ്പാർട്ട്മെന്റ് പോലെയാണ് ഉള്ളത്. ഓരോ അപ്പാർട്ട്മെന്റിലും ഓരോ താമസക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെയാണ് അവിടേക്ക് ആരെങ്കിലും പോവാനായിട്ട് ഭയമായി തുടങ്ങിയത്. അവിടെ 504 താമസിച്ചിരുന്ന ഒരു കഥാകൃത്ത്, അയാള് പ്രേതത്തിന്റെ നോവൽസ് ഒക്കെയാണ് എഴുതാറുള്ളത്. നോവൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അയാൾ ആ ഒരു മാൻഷനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അയാൾക്ക് അവിടെ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടായിട്ട് വരാണ്. ഭാര്യയെ അയാൾ ഒരു യക്ഷിയെ പോലെയാണ് കാണുന്നത്. അത് മാത്രമല്ല അയാൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമല്ലായിരുന്നു. കുട്ടികൾ ഉണ്ടെങ്കിൽ കഥകളൊന്നും ശരിക്കും എഴുതാൻ പറ്റുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാള് റൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് റൈറ്റർ പെട്ടെന്ന് താനെ ഓൺ ആവുന്നുണ്ട്. അയാളാകെ പേടിച്ചു പോകുന്നുണ്ട്. ആരോ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ തലവേദന വന്ന അയാൾ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന സ്വപ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് തലവേദനക്കുള്ള മരുന്ന് ചോദിക്കുന്നുണ്ട്. അവള് 100 കണക്കിന് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും ആകെ തലവേദന കൂടാണ്. ഇപ്പൊ വേറൊരാൾ വന്നിട്ട് എന്തോ മെഡിസിൻസിന്റെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഫാർമസിയിൽ ആ മെഡിസിൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ അയാളെ തിരിച്ചയക്കുന്നുണ്ട്. തിരിച്ചു വന്ന ആ ഒരു കഥാകൃത്തിന്റെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കാണാതാവാണ്. അയാൾ അത് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുട്ടിയുടെ ഷൂ
ഷൂസ് കിട്ടുന്നുണ്ട്. ആകെ അഴുക്കായിട്ടുള്ള ഷൂസ്. ടൈപ്പ് റൈറ്റിംഗ് അവിടെ വീണ് കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ പണിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. ആ ടൈപ്പ് റൈറ്റിൽ എഴുതിയിരുന്നത് ഇന്ന ഫ്ലാറ്റിലുള്ള കുട്ടികളാണ് നിന്നെ ശല്യം ചെയ്യുന്നതെന്നാണ്. അവൻ ആ ഒരു ഫ്ലാറ്റിലേക്ക് പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും കതക് തുറക്കുന്നില്ല. അപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ വിളിച്ച് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്, ശല്യം ചെയ്യരുത് എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട്. കുട്ടികൾക്ക് പണി കൊടുക്കാൻ വേണ്ടി അയാൾ കബോർഡ് തുറന്ന് അതിലെ ഷൂസ് നോക്കാണ്. ഒരുപാട് ഷൂസ് അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികൾ ഉണ്ടോന്ന് അയാൾ വിചാരിക്കുകയാണ്. ആ ഷൂസ് എല്ലാം എടുത്ത് അയാൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാണ്. അവിടെ വെച്ചിട്ട് ഒരു പിച്ചക്കാരന്റെ രൂപം തോന്നിക്കുന്ന ആളെ കണ്ട അയാൾ പേടിക്കുന്നുണ്ട്. ആ പിച്ചക്കാരനോട് ഒന്നും രണ്ടും പറഞ്ഞ അയാൾ പോകുന്നുണ്ട്. പിച്ചക്കാരൻ ഇപ്പൊ ആ ഒരു അടച്ചിട്ട റൂമിൽ നിന്ന് 3 കുട്ടികളെ കാണാണ്. ഇപ്പൊ ആ ഒരു എഴുത്തുകാരൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാണ്. അതുപോലെ തന്നെ അയാൾ വേസ്റ്റ് ബിന്നിലിട്ട ആ ഒരു കുട്ടികളുടെ ഷൂസ് അടങ്ങിയ കവറുകളെല്ലാം അയാളുടെ വീട്ടിൽ കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അഴുക്കേറിയ ഷൂസ് അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോ പ്രേതങ്ങളെ പോലെ ഒരുപാട് കുട്ടികൾ വന്ന് അയാളെ ഉപദ്രവിക്കാണ്. പിന്നീട് അയാൾ ആരും കണ്ടിട്ടില്ലാന്ന് മാൻഷന്റെ കാവൽക്കാരനായിട്ടുള്ള ആള് അമൃതയോട് കഥ പറയാണ്. ഇപ്പൊ ഒരുപാട് നേരം വൈകിയതുകൊണ്ട് തന്നെ അമൃതയോട് പോയി നാളെ വരാനായിട്ട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. അമൃതയും ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു കട്ടിലിനടിയിലായിട്ട് ഒരു കുട്ടിയുടെ അഴുക്ക് പിടിച്ച ഷൂ കാണുന്നത്. അമൃത കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു പ്രേതത്തിന്റെ പോലത്തെ കുട്ടി അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ ആ ഒരു കഥയിലുള്ള അഴുക്ക് പിടിച്ച ഷൂവും അവള് കാണുന്നുണ്ട്. പക്ഷെ ഇതല്ല അവള് സ്വപ്നം കണ്ടതായിരുന്നു. സ്വപ്നം കണ്ട അവള് പേടിച്ച് ഞെട്ടി എണീക്കുന്നുണ്ട്. ഈ സമയത്ത് ഹോളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് പോയി നോക്കാണ്. ക്ലാസ് നിലത്ത് വീണതായിരുന്നു. വയ്യാതെ കിടക്കുന്ന അമ്മയുടെ മുകളിലായിട്ട് ഒരു കറുത്ത പൂച്ച കയറി നിൽക്കുന്നുണ്ട്. അമ്മയെ ഇപ്പൊ അവള് എടുത്തിരുന്ന് സമാധാനിപ്പിക്കുകയാണ്. അച്ഛനെ കാണാതായാലും പിന്നെയാണ് അമ്മ ഇങ്ങനെ വയ്യാതായിരിക്കുന്നത്. പക്ഷെ അമ്മയെ നോക്കിയിരിക്കാനുള്ള ടൈം അവൾക്ക് ഇല്ലായിരുന്നു. അച്ഛൻ അന്വേഷിച്ച് പോയേ പറ്റൂ. പക്ഷെ തനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മ ഒറ്റക്കാവുന്നുള്ള ഒരു ഭയം മാത്രമേ അവളെ വേട്ടയാടിയിരുന്നുള്ളൂ. ഇപ്പൊ അമ്മയെ നോക്കാനായിട്ട് ആ ഒരു ബുജ്ജിമ എന്ന് പറഞ്ഞ നേഴ്സിനെ അവളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ബുജ്ജിമ ആവുമ്പോ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അമ്മയെ എന്തായാലും റിലാക്സ് ആക്കുമെന്ന് അമൃതക്ക് അറിയാമായിരുന്നു. ബുജ്ജിമയോട് അമ്മയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അടുത്ത കഥ കേൾക്കാനായി അമൃത ആ ഒരു കാവൽക്കാരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അയാൾ അടുത്ത കഥ പറയാനായിട്ട് തുടങ്ങാണ്. അതും അവള് റെക്കോർഡ് ചെയ്യാണ്. ഈ സമയത്ത് സ്വപ്ന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവള് താമസിച്ചിരുന്നത് ആ ഒരു മാൻഷനില് 203 ഫ്ലാറ്റിലായിരുന്നു. കുളി കഴിഞ്ഞ് വരുന്ന സ്വപ്നക്ക് അവളുടെ അമ്മയുടെ കോള് വരുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്നോട് സംസാരിക്കാനായിട്ട് ഇപ്പൊ തീരെ നേരമൊന്നുമില്ല. നിനക്ക് അവിടെ വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? അതൊന്നും നല്ലതിനല്ല. നീ എന്നെ പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആയിട്ട് അതിന്റെ ആവലാതി നടക്കേണ്ട വരരുത്. നിന്റെ അച്ഛൻ എവിടാണെന്ന് പോലും എനിക്ക് കണ്ടുവെത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. പക്ഷെ സ്വപ്ന അതിന് പറയുന്ന മറുപടി, എന്തെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ അമ്മ അത് ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാന്ന് പറഞ്ഞ അവള് ഫോൺ കട്ട് ചെയ്യാണ്. അമ്മ വിചാരിച്ച പോലെ തന്നെ സ്വപ്നക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തതിലേക്ക് നോക്കി സ്വപ്നയൊന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാം റേഡിയോ ഓൺ ആയിരുന്നു. റേഡിയോയിലൂടെ ഭാര്യയെയും 7 വയസ്സുള്ള മകനെയും കൊന്ന് രക്ഷപ്പെട്ട ഒരു കൊലയാളിയെ പറ്റി പറയുന്നുണ്ട്. അടുത്തുള്ള ഒരു ഫാർമസിയിലാണ് സ്വപ്ന ജോലി ചെയ്യുന്നത്. ഈ ഫാർമസിയിലേക്കായിരുന്നു നേരത്തെ ആ ഒരു എഴുത്തുകാരൻ തലവേദനയുടെ മരുന്ന് വാങ്ങാനായിട്ട് വന്നതും ആ സമയത്ത് വേറൊരാള് എന്തോ വേറെ മരുന്ന് വാങ്ങാനായിട്ട് വന്നതല്ല. ഇപ്പൊ ആ തലവേദനയുടെ മരുന്ന് വാങ്ങി എഴുത്തുകാരൻ പോയതിനു ശേഷം അവിടെ ഒളിച്ചിരുന്നായിരുന്ന അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു പെണ്ണ് ചാടി അവളെ പേടിപ്പിക്കുന്നത്. അവളുടെ ആ ഒരു കൊളീഗ് ലീവ് പറഞ്ഞതായിരുന്നു. പക്ഷെ ഭർത്താവിന്റെ അമ്മയുടെ തല്ല സഹിക്കാൻ പറ്റാതെയാണ്. അത് സഹിക്കാൻ പറ്റാണ്ടാണ് അവള് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചത്. സ്വപ്ന കണ്ടിന്യൂസ് ആയിട്ട് ഉറക്ക ഗുളികൾ കഴിക്കുമായിരുന്നു. പക്ഷെ ഇതിനോട് ആ ഒരു കൊളീഗിന് തീരെ താല്പര്യമില്ല. ഇങ്ങനെ നീ ഒരുപാട് ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഡിക്ഷൻ വരും, അത് ചെയ്യല്ലേന്ന് ആ ഒരു കൊളീഗ് അവളോട് പറയുന്നുണ്ട്. അത് മാത്രല്ല സ്വപ്നക്ക് ഒരാളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അത് നല്ലതിനല്ലാന്ന്, നീ അത് വിട്ടേക്ക്. കല്യാണം കഴിഞ്ഞ ഒരാളെ സ്നേഹിക്കുന്നത് എന്തിനാന്നൊക്കെ അവൾ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ സ്വപ്ന ഇതൊന്നും കേൾക്കുന്നില്ല. കല്യാണം കഴിഞ്ഞാലും എനിക്ക് അയാളെ തന്നെ മതി എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു സ്വപ്ന. സ്വപ്നക്ക് ഇപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. അവള് ബേബിന്ന് വിളിച്ചൊക്കെ അവനോട് സംസാരിക്കുകയാണ്. അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. 2-3 ദിവസമായി അവൻ വീട്ടിലേക്ക് വന്നിട്ട്. ഇന്ന് രാത്രി അവൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് സ്വപ്നയോട് പറയാണ്. അവളിങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൊളീഗ് പുറത്തു നിന്ന് അകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ ഇത്ര നേരം അവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവൾ ഇപ്പൊ തന്നെ എത്തിയിട്ടുള്ളൂ എന്നും സ്വപ്നയോട് പറയുന്നുണ്ട്. അവളുടെ ഹാലൂസിനേഷൻ ആണെന്ന് കരുതി അത് മറന്നു കളയാണ്. രാത്രി സമയം തന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ വന്ന് ബെല്ലടിക്കുന്നുണ്ട്. അവനാകെ മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അവൻ.
സ്വപ്ന കാര്യം തിരക്കുമ്പോഴാണ് ഭാര്യയുള്ള സമയത്ത് സ്വപ്ന വിളിച്ചപ്പോ ഭാര്യ അവളുടെ കോള് കണ്ടു. അങ്ങനെ അവര് തമ്മിൽ പ്രശ്നമായി. ഇനി കുറച്ചു ദിവസത്തേക്ക് അവൻ ഇവിടെ നിൽക്കുമെന്നും ആരോടും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുതെന്നും സ്വപ്നയോട് അവൻ പറയുന്നുണ്ട്. അവളും അതിന് സമ്മതിക്കുകയാണ്. സ്വപ്നയ്ക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. അന്ന് രണ്ടുപേരും ഒന്നിച്ചാണ് കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് സ്വപ്ന എന്തോ ഒരു സൗണ്ട് കേട്ട് എണീക്കുന്നുണ്ട്. അത് മാത്രല്ല വാതിൽ തന്നെ തുറന്നടയുന്നുണ്ട്. ബോയ്ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്നും അറിയുന്നില്ല. അവളുടെ ഹാലൂസിനേഷൻ ആണെന്ന് കരുതി സ്വപ്ന സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കുകയാണ്. ടോയ്ലറ്റിന്റെ വാതിലിന്റെ അടുത്ത് അവൾ ഒരു നിഴല് കാണുന്നുണ്ട്. അവൾ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ആ ഒരു റേഡിയോ ടോയ്ലറ്റിന്റെ ഉള്ളിൽ കിടക്കാണ്. ബാത്ടബ് ഒക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ടോയ്ലറ്റ് തന്നെ ആരോ ഒക്കെ മെഴുകുതിരി കത്തിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ അത് സൂക്ഷിച്ചു നോക്കുന്ന സമയം അവളുടെ പുറത്താരോ ടച്ച് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ജോലിക്ക് പോകാനായി സ്വപ്ന റെഡിയായി തന്റെ ബോയ്ഫ്രണ്ടിനോടും ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് അവൾ ആ ഒരു ബാത്റൂമിന്റെ കഥകിലേക്ക് നന്നായി സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഫാർമസിയിലേക്ക് എത്തുമ്പോൾ അവളുടെ കൊളീഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ കാണാനായിട്ട് വേറെ 2 പോലീസ് ഓഫീസേഴ്സും വന്നേക്കാണ്. അവളുടെ ബോയ്ഫ്രണ്ടിന്റെ ഫോട്ടോ കാട്ടിക്കൊടുത്ത് ഇവനെ അറിയോ, ഇവൻ ഇപ്പൊ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ്. അവളും കാര്യം തിരക്കുമ്പോഴാണ് പറയുന്നത് അയാള് അവന്റെ ഭാര്യയെയും 7 വയസ്സുള്ള മകനെയും കൊന്നിട്ടാണ് ഇപ്പൊ നടക്കുന്നത്, കണ്ടു കിട്ടിയിട്ടില്ലാന്ന്. ഇത് കേട്ട സ്വപ്ന ആകെ പേടിച്ച് അവളുടെ റൂമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ആ സമയത്ത് അവൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഷർട്ടിലെല്ലാം രക്തക്കറകൾ അവള് കാണുന്നുണ്ട്. ബോയ്ഫ്രണ്ട് ഇപ്പോ സ്വപ്നയോട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി എന്ന് പറയുന്നുണ്ട്. അവൻ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അവളപ്പൊ ഞാൻ ആരോടും പറയില്ല, നിനക്ക് ഇത് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, നീ ഇനി ഒന്നും ആലോചിക്കേണ്ട, വഴികൾ നമുക്ക് എന്തായാലും നോക്കാം, പക്ഷെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ അവള് രണ്ടുപേരുടെയും ഡ്രസ്സ് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവൻ കുളിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി, ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി എന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും നിനക്കെന്താ ഭ്രാന്താണോ, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് പുറത്ത് ആരോ കോണിമൽ അടിക്കുന്നത്. അവളും ഐഹോളിലൂടെ ആരാന്ന് നോക്കുമ്പോ അത് അവളുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഉള്ളിൽ കുളിച്ചോണ്ടിരിക്കുന്നത് ആരാണ്, കുളിക്ക മാത്രല്ല അവൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബിന്ന്. അവൾ ആകെ പേടിക്കുന്നുണ്ട്. ഇപ്പൊ ബോയ്ഫ്രണ്ട് അവള് വിളിച്ചിട്ട് കഥക് തുറക്കാത്തോണ്ട് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നീ അകത്തില്ലേന്ന് ചോദിക്കുകയാണ്. ആരോടും പറയരുത് ബേബിന്ന് ആ ഒരാൾ പറയുന്നത് ബോയ്ഫ്രണ്ട് കേൾക്കുന്നുണ്ട്. എന്റെ കൂടെ ആരാന്ന് ചോദിക്കുകയാണ്. അവള് വേഗം കഥക് തുറന്ന് ബോയ്ഫ്രണ്ടിന്റെ അകത്തേക്ക് കയറ്റാണ്. ഞാൻ വന്നപ്പോ ആ ഒരാൾ ഇവിടെ കുളിച്ചോണ്ടിരിക്കുകയാണെന്നും ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണെന്നും ബോയ്ഫ്രണ്ടിനോടും പറയാണ്. ബോയ്ഫ്രണ്ട് ഇപ്പൊ ഒരു ചുറ്റിക എടുത്ത് അവനെ കൊല്ലാനായിട്ട് വാതിലിനടുത്തേക്ക് അടുത്തടുത്ത് പോവാണ്. അവളും വേണ്ടാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ബോയ്ഫ്രണ്ട് തിരിഞ്ഞു നിന്നോണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരോടും പറയരുത് ബേബിന്ന്, എന്നിട്ട് നീ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. അവന്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിലായിട്ട് ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ചുറ്റിക ഉണ്ടായി. പിന്നിലൂടെ ആ ഒരു ബോയ്ഫ്രണ്ടിന്റെ പ്രേത രൂപമാണ് പിന്നെ കാണുന്നത്. ആ കാവൽക്കാരൻ അമൃതയോട് പറയാണ് ഇതിലേറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം അതല്ല, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബോയ്ഫ്രണ്ട് ഭാര്യയെയും മകനെയും കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അവന്റെ ശവശരീരം പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന്. അപ്പൊ പ്രേതായിട്ടാണ് സ്വപ്നയെ അയാൾ വന്ന് കൊന്നതെന്നല്ല. ടോയ്ലറ്റിന്റെ വാതിലിന്റെ അടുത്ത് അവൾ ഒരു നിഴല് കാണുന്നുണ്ട്. അവൾ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ആ ഒരു റേഡിയോ ടോയ്ലറ്റിന്റെ ഉള്ളിൽ കിടക്കാണ്. ബാത്ടബ് ഒക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ടോയ്ലറ്റ് തന്നെ ആരോ ഒക്കെ മെഴുകുതിരി കത്തിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ അത് സൂക്ഷിച്ചു നോക്കുന്ന സമയം അവളുടെ പുറത്താരോ ടച്ച് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ജോലിക്ക് പോകാനായി സ്വപ്ന റെഡിയായി തന്റെ ബോയ്ഫ്രണ്ടിനോടും ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് അവൾ ആ ഒരു ബാത്റൂമിന്റെ കഥകിലേക്ക് നന്നായി സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഫാർമസിയിലേക്ക് എത്തുമ്പോൾ അവളുടെ കൊളീഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ കാണാനായിട്ട് വേറെ 2 പോലീസ് ഓഫീസേഴ്സും വന്നേക്കാണ്. അവളുടെ ബോയ്ഫ്രണ്ടിന്റെ ഫോട്ടോ കാട്ടിക്കൊടുത്ത് ഇവനെ അറിയോ, ഇവൻ ഇപ്പൊ കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ്. അവളും കാര്യം തിരക്കുമ്പോഴാണ് പറയുന്നത് അയാള് അവന്റെ ഭാര്യയെയും 7 വയസ്സുള്ള മകനെയും കൊന്നിട്ടാണ് ഇപ്പൊ നടക്കുന്നത്, കണ്ടു കിട്ടിയിട്ടില്ലാന്ന്. ഇത് കേട്ട സ്വപ്ന ആകെ പേടിച്ച് അവളുടെ റൂമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ആ സമയത്ത് അവൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഷർട്ടിലെല്ലാം രക്തക്കറകൾ അവള് കാണുന്നുണ്ട്. ബോയ്ഫ്രണ്ട് ഇപ്പോ സ്വപ്നയോട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി എന്ന് പറയുന്നുണ്ട്. അവൻ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അവളപ്പൊ ഞാൻ ആരോടും പറയില്ല, നിനക്ക് ഇത് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, നീ ഇനി ഒന്നും ആലോചിക്കേണ്ട, വഴികൾ നമുക്ക് എന്തായാലും നോക്കാം, പക്ഷെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ അവള് രണ്ടുപേരുടെയും ഡ്രസ്സ് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവൻ കുളിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി, ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബി എന്ന് എന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവൾക്കും നിനക്കെന്താ ഭ്രാന്താണോ, പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് പുറത്ത് ആരോ കോണിമൽ അടിക്കുന്നത്. അവളും ഐഹോളിലൂടെ ആരാന്ന് നോക്കുമ്പോ അത് അവളുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഉള്ളിൽ കുളിച്ചോണ്ടിരിക്കുന്നത് ആരാണ്, കുളിക്ക
ഒരിക്കൽ മാത്രല്ല അവൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് ബേബിന്ന്. അവൾ ആകെ പേടിക്കുന്നുണ്ട്. ഇപ്പൊ ബോയ് ഫ്രണ്ട് അവള് വിളിച്ചിട്ട് കഥക് തുറക്കാത്തോണ്ട് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നീ അകത്തില്ലേന്ന് ചോദിക്കാണ്. ആരോടും പറയരുത് ബേബിന്ന് ആ ഒരാൾ പറയുന്നത് ബോയ് ഫ്രണ്ട് കേൾക്കുന്നുണ്ട്. എന്റെ കൂടെ ആരാന്ന് ചോദിക്കാണ്. അവള് വേഗം കഥക് തുറന്ന് ബോയ് ഫ്രണ്ടിന്റെ അകത്തേക്ക് കയറ്റാണ്. ഞാൻ വന്നപ്പോ ആ ഒരാൾ ഇവിടെ കുളിച്ചോണ്ടിരിക്കുകയാണെന്നും ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണെന്നും ബോയ് ഫ്രണ്ടിനോടും പറയാണ്. ബോയ് ഫ്രണ്ട് ഇപ്പൊ ഒരു ചുറ്റിക എടുത്ത് അവനെ കൊല്ലാനായിട്ട് വാതിലിനടുത്തേക്ക് അടുത്തടുത്ത് പോവാണ്. അവളും വേണ്ടാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ബോയ് ഫ്രണ്ട് തിരിഞ്ഞു നിന്നോണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരോടും പറയരുത് ബേബിന്ന്, എന്നിട്ട് നീ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. അവന്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിലായിട്ട് ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ചുറ്റിക ഉണ്ടായി. പിന്നിലൂടെ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ പ്രേത രൂപമാണ് പിന്നെ കാണുന്നത്. ആ കാവൽക്കാരൻ അമൃതയോട് പറയാണ് ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം അതല്ല, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് ഭാര്യയെയും മകനെയും കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അവന്റെ ശവശരീരം പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന്. അപ്പൊ പ്രേതായിട്ടാണ് സ്വപ്നയെ അയാൾ വന്ന് കൊന്നതെന്നല്ല. പക്ഷെ അമൃത ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. സ്ലീപ്പിംഗ് പിൽസ് ഒരുപാട് കഴിക്കുന്ന സ്വപ്നക്ക് ഹാലൂസിനേഷന്റെ കുഴപ്പമുണ്ടായിരുന്നു. അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരാളാണ്. ബോയ് ഫ്രണ്ടിനെ ഒന്ന് മൂപ്പിച്ച് തന്റെ ഭാര്യയെയും കുട്ടിയെയും കൊല്ലാനായിട്ട് വിട്ടത് തന്നെ സ്വപ്ന ആയിരിക്കാം. ആ ഒരു കുറ്റബോധത്തിലും പിന്നെ തന്റെ ബോയ് ഫ്രണ്ട് വരാത്തതിലുള്ള ടെൻഷനും കൊണ്ടായിരിക്കാം അവൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടിയത്. എന്നിട്ട് അവള് സ്വന്തം തന്നെ തലക്കടിച്ച് മരിച്ചതായിരിക്കാമെന്ന്. കാരണം പിറ്റേ ദിവസം ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്ന് സ്വപ്നയുടെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അമൃത അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കഥകളെല്ലാം കേട്ട് അമൃത രാത്രി സമയത്താണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്.